Namaste my dear children, welcome to our English class. Okay, എല്ലാവർക്കും സുഖാണോ? Are you fine? Okay. Today we study on, in, under. On, in, under. കേട്ടോ? First one on, on. O-N, on. എന്താ? On means, on എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ ഓൺ എന്ന് പറയും. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ ലുക്ക് ഹിയർ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഡസ്റ്റർ. ദിസ് ഈസ് എ ഡസ്റ്റർ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ബോൾ. ദിസ് ഈസ് എ ബോൾ. നോക്കൂ. ദ ബോൾ ഈസ് ഓൺ ദ ഡസ്റ്റർ. അപ്പോൾ ഈ ഡസ്റ്ററിൻ്റെ മുകളിലാണ് ഈ ബോൾ അല്ലേ? ദ ബോൾ ഈസ് ഓൺ ദ ഡസ്റ്റർ. ദ ബോൾ ഈസ് ഓൺ ദ ഡസ്റ്റർ. ദെൻ വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ പെൻ. ദിസ് ഇസ് എ പെൻ ആൻഡ് ദിസ് ഇസ് എ ഡസ്റ്റർ. നോക്കൂ, ലുക്ക് ഹിയർ. ദ പെൻ ഈസ് ഓൺ ദ ഡസ്റ്റർ. അപ്പോൾ ഈ പെന്ന് ഡസ്റ്ററിൻ്റെ മുകളിലാണ് അല്ലേ? മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓൺ എന്ന് പറയാം. അപ്പോൾ ദ പെൻ ഈസ് ഓൺ ദ ഡസ്റ്റർ. ദ പെൻ ഈസ് ഓൺ ദ ഡസ്റ്റർ. അനദർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ബുക്ക്. ദിസ് ഈസ് എ ബുക്ക് ആൻഡ് ദിസ് ഈസ് എ cup. Cup. The cup is on the book. ഈ കപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? ഈ ബുക്കിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ the cup is on the book. On the book. അപ്പോൾ നമ്മൾ മുകളിലിരിക്കുന്നതിന് എന്ത് പറയും? on. On the book അല്ലേ? അപ്പോൾ മുകളിലിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ on എന്ന് പറയും. അപ്പോൾ the cup is on the book. Okay, then in. 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 എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന വസ്തുക്കളെ എന്ത് പറയും? ഇൻ എന്ന് പറയും. ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന വസ്തുക്കളെ എന്ത് പറയും? ഇൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കപ്പ് and this is a pen. So look here, the pen is in the cup. The pen is in the cup. കപ്പിനകത്താണ്, ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് പറയും? the pen is in the cup. In the cup. Then what is this? This is a vase. This is a vase. ദിസ് എ ഫ്ലവേഴ്സ് അല്ലേ? ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഈ വേസിനകത്ത് വെച്ചു. അപ്പോഴോ ദ ഫ്ലവേഴ്സ് ഈസ് ഇൻ ദ ദ ഫ്ലവേഴ്സ് ആർ ഇൻ ദ വേസ്. ദ ഫ്ലവേഴ്സ് ആർ ഇൻ ദ വേസ്. നോക്കൂ, വേസ് ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഇതിനകത്ത് വെച്ചു. അപ്പോൾ ദ ഫ്ലവേഴ്സ് ആർ ഇൻ ദ വേസ്. വേസിനകത്താണ് അല്ലേ ഈ ഫ്ലവേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ദ ഫ്ലവേഴ്സ് ആർ ഇൻ ദ വേസ്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ ഇന്ന് പറയും. ഇന്നുള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ? ദ പെൻ ഈസ് ഇൻ ദ കപ്പ്. ദ പെൻ ഈസ് ഇൻ ദ കപ്പ്. അണ്ടർസ്റ്റാൻഡ്? ദെൻ ദ ലാസ്റ്റ് വൺ, അണ്ടർ. UNDER. അണ്ടർ മീൻസ് അടിയിൽ. അണ്ടർ മീൻസ് അടിയിൽ. അടിയിലിരിക്കുന്ന വസ്തുക്കളെ. എക്സാമ്പിൾ, for example, duster and bowl. The bowl is under a duster. The bowl is under the duster. Under the duster. ഇപ്പോൾ ഈ ബോൾ ഡസ്റ്ററിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് അല്ലേ? The ball is under the duster. Then vase and flowers. The flowers are under the vase. The flowers are under the vase. ഇപ്പോഴോ
The flowers are, yes, in the vase. The flowers are in the vase. In the vase. അകത്താണ്. നേരത്തെ കാണിച്ചില്ലേ, അകത്താണ്. Then the flowers are under the vase. അടിയിലാണ് അല്ലേ, under the vase. Under the vase. Okay. Then ഇപ്പോഴോ, the pen is in the cup. The pen is in the cup. ഇപ്പോഴോ, the pen is under the cup. Under the cup. അടിയിലാണ്, കപ്പിൻ്റെ അടിയിലാണ്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റും then the ball. The ball is under the cup. The ball is under the cup. ഇപ്പോഴോ മുകളിലാണ്, on the മുകളിലിരിക്കുകയാണ് അല്ലേ. അപ്പോൾ on the cup. On the cup. Understand? On, in and under. Take your textbook, page number 23. The doll is on the bed. Doll ഈ ബെഡിൻ്റെ മുകളിലിരിക്കുകയാണ്. ഓൺ 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 എന്ന് പറഞ്ഞാൽ മുകളിൽ അല്ലേ. അപ്പോൾ the doll is on the bed. A man is in, ഉള്ളിലിരിക്കുകയാണ്. In the van, ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ അകത്തിരിക്കുന്നതിനെ ഇന്ന് പറയും. A cat is under the chair. ചെയറിൻ്റെ അടിയിലിരിക്കുകയാണ്. അപ്പോൾ the cat is under the chair. Under the chair. A cap is on the tap. ഈ ടാപ്പിൻ്റെ മുകളിലാണ് ഈ ക്യാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിൽ, ഓൺ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ. ഈ ടാപ്പിൻ്റെ മുകളിലാണ് ഈ ക്യാപ്പ് ഇരിക്കുന്നത്. അപ്പോൾ എ ക്യാപ്പ് ഈസ് ഓൺ ദ ടാപ്പ്. ബോട്ടുണ്ട്. ദ ബോട്ട് ഈസ് അണ്ടർ ദ ബ്രിഡ്ജ്. പാലമാണിത്. ബ്രിഡ്ജ് മീൻസ് പാലം. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, BRIDGE, ബ്രിഡ്ജ്, പാലം. ഈ പാലത്തിൻ്റെ അടിയിലൂടെ പോവുകയാണ്. ആരാണ്, ബോട്ട് അല്ലേ. അപ്പോൾ ദ ബോട്ട് ഈസ് അണ്ടർ ദ ബ്രിഡ്ജ്, അടിയിൽ, പാലത്തിൻ്റെ അടിയിലാണ്. ഇതാരാണ്, ലയൺ, LION, ലയൺ. ദ ലയൺ ഈസ് ഇൻ ദ ഡെൻ, ഗുഹയ്ക്കകത്തല്ലേ. ഗുഹയ്ക്കകത്ത്, ഡെൻ മീൻസ് ഗുഹ. ആ ലയൺ എവിടെയാണ്, ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ. ആ ഗുഹയ്ക്ക് ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇൻ ദ ഡെൻ. മനസ്സിലായോ? ഓൺ മീൻസ്, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, മുകളിലിരിക്കാം. ഓൺ ദ ബെഡ്, ബെഡിൻ്റെ മുകളിലാണ്. ഇന്ന് പറഞ്ഞാൽ എന്താ, ഇൻ മീൻസ് ഉള്ളിൽ. എ മാൻ ഈസ് ഇൻ ദ വാൻ, വാനിനുള്ളിലിരിക്കുകയാണ്, അകത്തിരിക്കുകയാണ്. ദെൻ ദ ലാസ്റ്റ് വൺ അണ്ടർ. അണ്ടർ മീൻസ് അടിയിൽ. ക്യാറ്റ് ഈസ് അണ്ടർ ദ ചെയർ, ചെയറിൻ്റെ അടിയിലിരിക്കുകയാണ്. മനസ്സിലായോ? ഓൺ, ഇൻ ആൻഡ് അണ്ടർ. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് നോക്കി എല്ലാവരും പിക്ചർ നോക്കി പറയണം കേട്ടോ. ഓൺ, ഇൻ, അണ്ടർ. ഓക്കെ. നെക്സ്റ്റ് എല്ലാം then yes or no. Yes or no. Yes എന്ന് പറഞ്ഞാൽ എന്താ, yes means അതെ. yes എന്ന് പറഞ്ഞാൽ അതെ, yes. no എന്ന് പറഞ്ഞാൽ അല്ല, no എന്ന് പറഞ്ഞാൽ അല്ല, no എന്ന് പറയില്ലേ. yes or no. Take your textbook, page number 24. Okay. This is an apple. This is an apple. Is this an apple? ഇത് ആപ്പിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. എസ് ആണോ നോ ആണോ? എസ്. എസ് ഇറ്റ് ഈസ്. ഇത് ആപ്പിൾ ആണല്ലേ. അപ്പോൾ എന്ത് പറയും, എസ് പറയോ നോ പറയോ? എസ്. എസ് പറയും. എസ് ഇറ്റ് ഈസ്. ഇത് ആപ്പിൾ ആണ്. യെസ്. ദെൻ ഈസ് ദിസ് എ ഹെൻ? ഇത് കോഴിയാണോ എന്നാണ് ചോദിക്കുന്നത്. നോ. നോ. ഇറ്റ് ഈസ് ഇൻ. അല്ല, ഇത് ആരാണ്, ഡക്കാണ് അല്ലേ. ഈസ് ദിസ് എ ഹെൻ? നോ. അല്ല, ഇത് ആരാണ്, ഡക്കാണ്. ഇത് കോഴിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദിസ് എ ഹെൻ? നോ. ദെൻ ഇത് നിങ്ങൾക്കുള്ള വർക്കാണ് കേട്ടോ. ഈസ് ദിസ് എ ഡോൾ? ഡോൾ ആണോ ഇത്? വാട്ട് ഈസ് ദിസ്? നോ. ഇവിടെ എന്ത് പറയും, ഇവിടെ എന്താ എഴുതേണ്ടത്? നോ. ഇറ്റ് ഈസ് ഇൻ. അല്ല, ഇതെന്താണ്? അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? നോക്കൂ, ഇവിടെ നോ എന്ന് എഴുതണം. എന്തെഴുതണം? നോ. ഓക്കെ, നോ. ദെൻ ഈസ് ദിസ് എ ക്യാമൽ? ഇത് ക്യാമൽ ആണോ? എസ്. ഇത് ക്യാമൽ ആണോ? എസ്. എസ്. ഇത് ക്യാമൽ ആണല്ലേ. അപ്പോൾ എസ് എഴുതണം. ഓക്കെ.
ഈസ് ദിസ് ദ സൺ? ഇത് സൺ ആണോ? യെസ് ഇറ്റ് ഈസ്. ഇത് സൺ ആണ്. അപ്പോൾ YES എസ് എഴുതണം. ദെൻ ദ ലാസ്റ്റ് വൺ, ഈസ് ദിസ് എ ഡോങ്കി? ഡോങ്കി ആണോ ഇത്? നോ. ഇതാരാണ്? മങ്കി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോ എഴുതണം. ഈസ് ദിസ് എ ഡോങ്കി? നോ. ഇതാരാണ്? ഇത് മങ്കി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ വർക്ക് എല്ലാവരും നന്നായിട്ട് ചെയ്യുമല്ലോ. ഓക്കെ, ദെൻ ദ O sound words. ദ O sound words. ഫസ്റ്റ് വൺ top. TOP, top. TOP, top. TOP, top. TOP, top. Then log. LOG, log. LOG, log. LOG, log. POT, pot. POT, pot. POT, pot. Then dog. DOG, dog. DOG, dog. The last one toy. TOY, toy. TOY, toy. TOY, toy. TOY, toy. TOP, top. LOG, log. POT, pot. DOG, dog. And TOY, toy. അപ്പോൾ ഈ 5 വേർഡും ഓരോ ദിവസമായിട്ട് എഴുതുക. നന്നായിട്ട് എഴുതി റീഡ് ആൻഡ് റൈറ്റ്. ദെൻ ഡിക്റ്റേഷൻ ഇടുക. തെറ്റുന്നത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഡേറ്റ് ഇടുന്നത് ടീച്ചറിനെ സെൻഡ് ചെയ്യണം. ഓക്കെ, ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.